ചുരമുള്ള പ്രദേശങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടുപോയ സഹോദരങ്ങൾക്കും ജീവിക്കുവാൻ നിവൃത്തിയില്ലാതെ എല്ലാം തകർന്നുപോയ സഹോദരങ്ങൾക്കും ആത്മഹത്യ കൊടുക്കുവാനായിട്ടുള്ള ഒരു അവസരമായി അദ്ദേഹം വിളിച്ചു കേൾക്കുന്നതായ ഈ കൂടിവരവിനെ ഞങ്ങൾ കാണുകയാണ്. ഈ പ്രദേശത്തുള്ള എല്ലാ നല്ല മനുഷ്യരുടെയും പിന്തുണ ഈ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ നേടുകയാണ്. PV എംഎൽഎ പോലെയുള്ള നല്ല ജനപ്രതിനിധികൾ, അതുപോലെ പാവപ്പെട്ട കർഷകരുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്ന അവരുടെ കൂടെയുള്ള മറ്റ് സഹപ്രവർത്തകർ എല്ലാവർക്കും ഞങ്ങളുടെ പിന്തുണ അറിയിക്കുകയാണ്. വയനാട്ടിലെയും ഈ വരവേറ കർഷകരുടെയും പ്രയാസങ്ങൾ പരിഹരിക്കുവാൻ വിശിഷ്ടരായ ഞങ്ങളുടെ കൂടിവരവും സമാധാനവും ഇടയാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാ വിജയവും ഈശ്വര അനുഗ്രഹവും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ഈ സമയം ഞായറാഴ്ച ഞാൻ തിരക്കുകളുടെ നടുവിലാണ്. എന്തുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് പ്രിയങ്കരനായ ശ്രീ അൻവർ ഈ കാലഘട്ടത്തിൽ കർഷകർ അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധികൾക്ക് എതിരെ പോരാടുന്ന ഒരു അവസരമാണ് എന്നതുകൊണ്ടാണ്. വന്യജീവി ആക്രമണത്തിൽ ഓരോ ദിവസവും എന്നതുപോലെ കൊല്ലപ്പെടുന്നത് എത്രയോ ആളുകളാണ്. ഇന്ത്യ മുഴുവൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മലയാളത്തിൽ ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഭീതി കൂടാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. നമുക്ക് ഓരോ ദിവസവും കടുവയുടെ ആക്രമണം ഉണ്ടാകും. എപ്പോഴാണ് ആന ഇറങ്ങുക? എന്തൊരു ഭീതിയാണ്. ഇന്നലെ ഒരു സഹോദരൻ പങ്കുവെക്കുകയായിരുന്നു. റബ്ബർ വെട്ടുന്നത് രാവിലെ 4 മണിക്കാണ്. കാരണം അപ്പോഴാണ് പാല് ലഭിക്കുക. അദ്ദേഹത്തോട് പറയുകയാണ്, ഞാൻ 6 മണി കഴിഞ്ഞ് ഇപ്പോൾ ഇറങ്ങാറുള്ളൂ. കാരണം ആന എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നെനിക്കറിഞ്ഞുകൂടാ. പന്നി എപ്പോഴാണ് എന്നെ ആക്രമിക്കുന്നത് എന്നെനിക്കറിഞ്ഞുകൂടാ. ഞങ്ങളിവിടെ വിട്ടുപോകാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആ ഒരു സഹോദരന്റെ മാത്രം ചിന്തയല്ല. മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന 20 ലക്ഷത്തോളം വരുന്ന കർഷക സുഹൃത്തുക്കളുടെ കർഷകരുടെ ദയനീയമായ നിലവിളിയാണ്. ഇതിനെതിരെ നാം ഒരുമിച്ച് പോരാടേണ്ട ഒരു കാലഘട്ടമാണിത്. നിയമങ്ങൾ മനുഷ്യർ തന്നെയല്ലേ ഉണ്ടാക്കിയത്. നമുക്ക് എന്തുകൊണ്ട് തിരുത്തിക്കൂടാ? തിരുത്താൻ സാധിക്കാത്ത ഒരു നിയമവും ഇല്ല എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. മറ്റ് രാജ്യങ്ങള് സ്വീകരിക്കുന്ന സമീപനം, വന്യജീവികളോട് സ്വീകരിക്കുന്ന സമീപനം എന്തുകൊണ്ട് നമുക്ക് സ്വീകരിച്ചുകൂടാ? ഒരു കാട്ടുമൃഗത്തിന് മുറിവേറ്റു, ആ കാട്ടുമൃഗത്തെ വലിയ ആഘോഷമാക്കുകയാണ്. മനുഷ്യനെന്നാലും ഒരു കാട്ടുമൃഗത്തിന്റെ ആക്രമണത്തിൽ മുറിവേറ്റ് വഴിയിൽ കിടന്നാൽ അത് വാർത്തയേയല്ല. അതിന് ആ മനുഷ്യന് നീതി കിട്ടണമെങ്കിൽ വലിയ ഒച്ചപ്പാടുകൾ നാം സൃഷ്ടിക്കണം. ഇത് വലിയ അനീതിയല്ലേ? ഈ അനീതിക്കെതിരെ പോരാടാൻ ശ്രീ അൻവറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ മുന്നോട്ട് വരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യാശയാണ്. ഈ സമ്മേളനത്തിൽ ഒരുമിച്ചുള്ള മുന്നേറ്റം സാധ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളൊപ്പമുണ്ട്, ഒരുമിച്ചുണ്ട്. പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നീതി ലഭിക്കണം കർഷകർക്ക്. അതാണ് ഞങ്ങളുടെ ആവശ്യം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് സംഘടിക്കാം, പ്രബുദ്ധരാകാൻ നമുക്ക് പോരാടാം. ജയ് ഹിന്ദ്.